കുരുക്കുകൾ അഴിക്കുന്ന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരാണ് കുരുക്കുകൾ അഴിക്കുന്ന മാതാവെന്നറിയാവോ? ജർമ്മനിയിൽ വോൾഫ് ഗാങ്ങും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയുമായി എന്നും കുടുംബത്തിൽ പ്രശ്നങ്ങളായിരുന്നു. ഒരിക്കൽ വോൾഫ് ഗാങ് തൻ്റെ സങ്കടങ്ങളെല്ലാം ജെസ്യൂട്ട് വൈദികനായ ഫാദർ ജേക്കബ് റെയിമിനെ അറിയിക്കുകയും തൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 1615 സെപ്റ്റംബർ 28 വോൾഫ് ഗാങ് തൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയായുടെയും വെഡ്ഡിംഗ് റിബൺ എടുക്കുകയും ഫാദർ ജേക്കബ് റെയിമിനെ ഏൽപ്പിക്കുകയും തൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഫാദർ ജേക്കബ് റെയിം ആ വെഡ്ഡിംഗ് റിബൺ എടുത്ത് മഞ്ഞുമാതാവിൻ്റെ രൂപത്തിനരികിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദാമ്പത്യബന്ധത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ എന്ന്. അപ്പോൾ തന്നെ ആ വെഡ്ഡിംഗ് റിബൺ തൂവളം നിറത്തിലാവുകയും വോൾഫ് ഗാങ്ങിൻ്റെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഓരോന്നായി തീരുവാനും തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അതേ കുടുംബത്തിൽ നിന്നും 1700 ഒരു വൈദികനുണ്ടായി, ഫാദർ ഹെറണിമസ്. ആ വൈദികൻ തൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തൻ്റെ കുടുംബത്തിൽ വന്നതിനെ ഓർത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരു ചിത്രം വരച്ചു. അതാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം. നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സാക്ഷിയുടെയും കുരുക്കുകൾ അഴിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണമെന്നാണ് പോപ്പ് മാർ ഫ്രാൻസിസ് നമ്മളെല്ലാവരോടും പറയുന്നത്.